കൂട്ടുകാരെ, എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോണവര് ഞങ്ങൾ കരയത്തുംപാറക്കട്ട പോണേ. കുറേ ദിവസങ്ങളായി ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ പോരാത്തിന് വെക്കേഷനും കൂടെ അല്ലേ, പിന്നെ സ്കൂളൊന്നും തുറന്നാലും പോകാനും പറ്റില്ല, പിന്നെ ലീവൊക്കെ എടുത്തിട്ട് വേണം. അപ്പോൾ അതിനെക്കാട്ടില്ല ഞങ്ങൾ വെക്കേഷന് പോകാൻ വിചാരിച്ചിട്ടോ. ഞങ്ങൾക്ക് വെക്കേഷനിൽ എവിടേക്കൊക്കെ പോകണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നറിയോ? കുറേ മൂന്നാർ, ഊട്ടി, മൈസൂർ അവിടേക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം ഒന്നും പറ്റില്ല എന്ന് വെച്ചാൽ ഓരോരോ തിരക്കും ഒക്കെ പാടായിട്ട്. ഇൻഷാല്ലാ ഇനി വരുന്ന പ്രാവശ്യമൊക്കെ ഇനി പോകണം ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും വെക്കേഷനൊക്കെ എങ്ങനെയുണ്ട്? അടിച്ച് പൊളിച്ചാൽ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ ഇന്ന് കരയത്തുംപാറക്കട്ട പോണേ. ഞങ്ങൾ കുറേ ദിവസം മുമ്പൊക്കെ ഞങ്ങൾ കരയത്തുംപാറക്ക് പോയിരുന്നു. പക്ഷേ അവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. എന്താ വെച്ചാൽ മഴയും കാറ്റും മിന്നലും വീടൊക്കെ പാടായിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ പെരേക്ക് പോന്നു. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരോ റീൽസൊക്കെ കണ്ടും അങ്ങനെ ഓരോന്ന് എന്തായാലും പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകേണ്ട വഴിക്ക് കുറച്ച് ചായയും ഒക്കെ കഴിച്ചു, കടികളൊക്കെ കഴിച്ചു. ചെറിയ ക്ഷീണമുണ്ടായിരുന്നു പതിവില്ലാതെ, എന്താണെന്നറിയില്ല. അപ്പോൾ എൻ്റെ വഴിക്കൊന്ന് ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ചായ അടിച്ചപ്പോൾ ഇതിനൊക്കെ മാറിയിട്ടോ, ക്ഷീണമൊക്കെ മാറി. പിന്നെ ഞങ്ങൾ അവസാനം ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ കരയത്തുംപാറയ്ക്ക് വേണ്ട ആ റോഡും വല്ല ചുരം കയറേണ്ട മധുരം മണ്ണൊക്കെ കൂടിക്കണം, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ കരയത്തുംപാറ അവിടെ എത്തിയപ്പോൾ ചുറ്റോടും മല കഴിക്കാണ്ടും നല്ല രസമാണ്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടേക്ക് കറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും ഇറങ്ങിയില്ല. പിന്നെ ഈ ഭാഗത്തൊക്കെ വെള്ളം ഉണ്ടാവില്ലാണ്, പക്ഷേ കുറച്ച് വെള്ളമല്ല, എന്നാലും അത്യാവശ്യമൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ഈ ഭാഗത്തൊക്കെ വെള്ളമൊക്കെ ഉണ്ടാവേണ്ടതാണ്, പക്ഷേ ഈ ഭാഗത്ത് കുറച്ചുള്ളൂ. പിന്നെ ആ ഭാഗത്തൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ അവിടെ നടക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം എന്നുള്ളതെന്ന് വെച്ചാൽ ഈ കല്ലിൻ്റെ അവിടെ കല്ലുമൊക്കെ വഴുക്കിളിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പുറത്തേക്ക് പോകാനും വേണ്ടി വിചാരിച്ചു. ഇപ്പം പോയി. പിന്നെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞേനു. പിന്നെ അപ്പോഴത്തേക്ക് ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമാണ്. പിന്നെ അങ്ങോട്ട് പോയി. അപ്പോഴത്തേക്ക് ഇപ്പം അവിടെ എത്തി. അപ്പോൾ ഉമ്മ പറഞ്ഞു ഇങ്ങനെ ഒന്ന് കൈ കാട്ടിക്കാണ്ട് ഈ സ്ഥലം ഒന്ന് കാണിച്ചെടുക്കുക അറിയാണ്ട്. അപ്പം ഉമ്മ പറഞ്ഞ മാതിരി ഞാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇപ്പം അവിടെ എത്തിയപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ അങ്ങോട്ട് നടന്ന് ഇങ്ങനെ പോവുക കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകേണ്ടത് എന്താ വെച്ചാൽ അവിടെ ഈ വെള്ളം എല്ലായിടത്തും കൂടി പോകാൻ വിചാരിച്ചിട്ടായിരുന്നു. എൻ്റെ കാക്ക കൂടി പോകാൻ വിചാരിച്ചിട്ട് കഴിഞ്ഞു, വെള്ളമില്ലാത്ത കൂടി. പക്ഷെ അവിടെ എല്ലാം മനസ്സിലായപ്പോൾ ഞങ്ങൾ വെള്ളത്തിൽ കൂടി തന്നെ പോയി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, നോക്കി കണ്ട് നടക്കണം വൽക്കിളിച്ചും. ഇതാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും നല്ല വൽക്കിളിച്ചു. ഉമ്മ പറഞ്ഞു ബുക്കോ ഇക്കുണ്ടായിരുന്നു, ബുക്കോ ഇനി ഓരോ മുമ്പിലൊക്കെ നാണം കിട്ട് വീണിക്കാണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കാക്ക പോകുന്നില്ല കേട്ടോ, അടുത്തന്നെ നിന്ന്. എന്താ വെച്ചാൽ അവൻ്റെ ഷൂമ്മ വെള്ളമാവും. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഷൂ കഴിച്ചിട്ട് കൈ പിടിച്ചിക്കാണ്ട് പോരാറ്. അപ്പോൾ എന്താ വെച്ചാൽ സോക്സ് വാങ്ങിട്ട് പോകണം. അപ്പോൾ സോക്സൊക്കെ കഴിച്ചിട്ട് വേണം അങ്ങനെ ഓരോന്നിനായിട്ട്. പിന്നെ ആ കാലുമ്മ വെള്ളം ഉണ്ടാകുമ്പോൾ പിന്നെ സോക്സ് പിന്നെ ഇട്ടുകാണ്ട് വരണ്ടേ. അപ്പം അങ്ങനെയൊക്കെ പടായിട്ട് അവിടെ നിന്ന് ഓനക്ക് വരാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കേട്ടോ. പിന്നെ ഓൻ കാണാതെ കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ ഓൻ എടുത്തു. ചിലതൊക്കെ ഓൻ കണ്ടുക്കണം കേട്ടോ. പിന്നെ അങ്ങനെയൊന്നും വീഡിയോസിലും ഇതിലും വരാത്തതാണ്. വരും, പക്ഷേ ചിലപ്പോൾ ഒന്നും വരില്ല. പിന്നെ ഞങ്ങൾ അപ്പുറത്തേക്ക് എന്തെങ്കിലും അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമുള്ള സ്ഥലമായിരുന്നു അവിടെ, നല്ല രസമുണ്ടായിരുന്നു മാഷാല്ലാ. പിന്നെ കുറച്ച് ഭാഗത്തേക്ക് അവിടെ പോത്തും അങ്ങനെ ഓരോ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. പക്ഷേ അങ്ങോട്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കേണ്ട വെച്ചിട്ട് പിന്നെ ഇവിടെ 5:30 എപ്പോഴൊക്കെ ആയിട്ട് പൂട്ടും. അപ്പോഴത്തേക്കും അവിടെ പോയി വരണ്ടേ. അപ്പം ഞങ്ങൾ വരാനും കുറച്ച് അവിടെ എത്തുമ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ വൈകിക്കണം. അപ്പം പിന്നെ ഞങ്ങൾ അപ്പോഴത്തേക്കും സെക്യൂരിറ്റി വന്നിക്കാണ്ട് ഓരോ വിസിൽ എടുത്തിക്കാണ്ട് അറിയാണ്ട് ഊതി തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ എന്തായാലും പറഞ്ഞേക്കണം എല്ലാവരെയും. ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങാനും വേണ്ടി പിന്നെ അങ്ങോട്ട് തന്നെ പോയിട്ടോ. ഞങ്ങൾ നോക്കി കണ്ടു പോവാണ്. വെള്ളം ഇങ്ങനെ ഒഴിച്ച് വരുന്നുണ്ട്, അവിടെ വലിക്കളിച്ചിട്ടുമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുമുണ്ട്. ആക്കാപ്പാടിതാണ്. ഇമ്മ പതുക്കെ വരുന്നുള്ളൂ. എന്താ വെച്ചാൽ ഇമ്മ ബുക്ക് വായിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഉമ്മക്ക് ഒരു പേടി ബുക്കൊക്കെ വെച്ചിട്ട്, അതുകൊണ്ടാണ് ഇമ്മ പതുക്കെ ഇങ്ങനെ ആയിട്ട് വരുന്നത്. പിന്നെ അവസാനം എങ്ങനെയൊക്കെ അവിടെ കിട്ടി എന്ന് പറയാം. അങ്ങനെ എത്തി. പിന്നെ ഞങ്ങളെല്ലാവരും തിരിച്ച് മടങ്ങി കഴിച്ചു.